നമസ്കാരം. എനിക്ക് OCD ഒന്നും ഇല്ല കേട്ടോ. പലരും വിചാരിക്കുന്നുണ്ടാവും എന്നും പറയുന്ന കാര്യങ്ങൾ തന്നെയല്ലേ, അല്ലേ എന്നും കാണുന്ന കാര്യങ്ങൾ തന്നെയല്ലേ, ക്ലീനിങ് അങ്ങനെയൊന്നുമല്ല. എല്ലാവരുടെയും വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന കാര്യങ്ങളല്ലേ. അപ്പോൾ ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് കൂടെ കാണിക്കുന്നെന്ന് മാത്രം. അപ്പോൾ ഇന്നത്തെ ക്ലീനിങ് സെഷനിൽ എനിക്ക് വേറൊരു ചേച്ചിയെ കൂടെ കിട്ടിയിട്ടുണ്ട്. ഞാൻ മാത്രമല്ല കേട്ടോ, ഞാൻ ഒറ്റയ്ക്കല്ല. ഇതിപ്പോൾ എൻ്റെ വീട്ടിലെ അമ്മയെ സഹായിക്കാൻ വരുന്ന ആളാണ്. അപ്പോൾ ഞാൻ ഇന്ന് എനിക്ക് ഡീപ്പായിട്ട് എൻ്റെ വീടൊന്ന് കുളിപ്പിച്ചെടുക്കണം എന്ന് തോന്നി. അപ്പോൾ ഒറ്റയ്ക്കാണെങ്കിൽ എനിക്ക് എന്തായാലും നടക്കില്ല. പിന്നെ ഹസ്ബൻഡും മോളൊക്കെ ആണെങ്കിൽ ക്ലീനിങ്ങിന് എന്തായാലും അവരെ കിട്ടുകയില്ല. കുക്കിംഗ് ആണെങ്കിൽ അത്യാവശ്യം സഹായത്തിന് വരും. അപ്പോൾ ഈ ക്ലീനിങ് സെഷനിൽ പലതരത്തിൽ, അതായത് ഹൗസ് വൈഫായവരും ജോലിക്ക് പോകുന്നവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് പലതരത്തിലുള്ള ക്ലീനിങ് വീഡിയോസ് നമ്മൾ ഇടാറുണ്ടല്ലോ. അപ്പോൾ നല്ല പേർഡനാണെങ്കിൽ അത് കുറച്ചായിട്ട് ചെയ്യുന്ന വീഡിയോസൊക്കെ വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ഹൗസ് വൈഫിനും അതുപോലെ ജോലിക്ക് പോകുന്നവർ ആരാണെങ്കിലും എല്ലാവർക്കും ഒരു 2 മാസം കൂടുമ്പോൾ ഈ ഒരു രീതിയിൽ, അതായത് ഹെൽപ്പിന് ഒരാളെയും കൂടെ വിളിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്ലീനിങ് ആണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലോ കുറച്ച് വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വീട്ടിൽ എല്ലാവരും നമ്മളെ സഹായിക്കാനുണ്ടെങ്കിൽ ഓക്കെ, ഓരോരുത്തർ ഓരോ പാർട്ടായിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇതുപോലെ, അതായത് നമ്മുടെ പ്രത്യേകിച്ച് ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന സാലറിയിൽ നിന്ന് ഒരു 500 രൂപയോ 600 രൂപയോ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് നമ്മളെ കൂടെ നിൽക്കുന്ന ഒരു ചേച്ചിയും കൂടി ഉണ്ടെങ്കിൽ സുഖമായിട്ട് സുന്ദരമായിട്ട് നമുക്ക് വീട് വൃത്തിയാക്കിയെടുക്കാൻ പറ്റും. ഞാൻ ഇന്നലെ രാത്രിയെ ചേച്ചിയെ വിളിച്ച് പറഞ്ഞിരുന്നു ഇന്ന് രാവിലെ തന്നെ വരണമെന്ന്. അതുകൊണ്ട് തന്നെ വരുന്ന അറിയാവുന്നതുകൊണ്ട് എല്ലാ പണികളും, അതായത് കുക്കിംഗ് എല്ലാം ഞാൻ കഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചോറ് മാത്രമേ വാർക്കാനുള്ളൂ, ബാക്കി കറികളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ചേച്ചി വരുന്നു പറഞ്ഞതുകൊണ്ട് ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. ഞങ്ങൾ ഒരുമിച്ച് കഴിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ചോദിച്ചു. ചോറ് വിസിൽ വന്നപ്പോൾ, നമ്മുടെ കുക്കറിൻ്റെ വിസിൽ വന്നപ്പോൾ അതങ്ങ് ഓഫ് ചെയ്യാൻ പോയതാണ്. അതിന് വാർക്കേണ്ട ഒരു പണി മാത്രമേ ഉള്ളൂ. അപ്പോൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ചേച്ചി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഇടയിൽ എൻ്റെ അടുക്കളയിലുള്ള കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ ഈ ക്ലീനിങ്ങിലും നിൽക്കുന്നുണ്ട്. കാരണം നമുക്ക് മുകളിലും താഴെയും എല്ലാം വൃത്തിയാക്കാനുള്ളതാണ്. അപ്പം 2 പേരും ഒരുമിച്ച് ചെയ്താലേ അത് നടക്കൂ. പിന്നെ നമ്മൾ ഇത്തിരി വെള്ളത്തിൽ നമ്മുടെ ആ ഒരു ഷാമ്പൂ ഇല്ലേ, അതങ്ങ് ഉറ്റിച്ച് വെച്ചിട്ട് അവിടെ ചേച്ചിക്ക് കൊടുത്തിടണം. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ എടുത്തോന്ന് വിചാരിച്ചിട്ട്, പക്ഷേ ചേച്ചി പറഞ്ഞു ആദ്യം തന്നെ നമുക്ക് വെള്ളം കൂട്ടി തുടക്കേണ്ട, പൊടിയെല്ലാം ഒന്നങ്ങ് ഡ്രൈ ആയിട്ട് തുടച്ചെടുക്കട്ടെ. പിന്നെ എപ്പോഴും എൻ്റെ ക്ലീനിങ് സെഷനിൽ ഞാൻ പറയാറില്ലേ, മുകളിൽ നിന്ന് തുടങ്ങി സൈഡ് തുടങ്ങി പിന്നെ താഴെ തറ വൃത്തിയാക്കണം, പിന്നെ ആദ്യം ഡ്രൈ ആയിട്ട് ചെയ്യണം. പക്ഷേ ഇവിടെ അവരുടെ ഇഷ്ടത്തിന് ഞാൻ വിട്ടുകൊടുത്തതാണ്. കാരണം എങ്ങനെയാണോ അവർക്ക് തോന്നുന്നത് അതുപോലെ ചെയ്യട്ടെ, എനിക്ക് വീട് വൃത്തിയായി കിട്ടിയാൽ മതി മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ആദ്യം തന്നെ പൊടിമുട്ടാനോ അല്ല നമ്മുടെ വണ്ണാമ്പലയില്ലേ അതൊക്കെ തട്ടണമെന്നോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അവർ വേഗം ജനൽ തുറക്കാൻ പോയി. പിന്നെ എൻ്റെ മെയിനായിട്ടുള്ള പ്രശ്നം ജനലിൻ്റെ ഗ്ലാസ് ഇല്ലേ അത് തുടക്കലായിരുന്നു. അത് ചേച്ചിയോട് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. ഇവിടെ മെയിനായിട്ട് പ്രശ്നം അതാണ്. കാരണം ഒരു 5 മാസമായില്ലേ നമുക്ക് ഇങ്ങനെ മഴ പെയ്യുന്നു. ഇതാണെങ്കിൽ കുറച്ച് വയൽ ഏരിയയാണ്. ഇപ്പം മഴ സ്ഥിരമായിട്ട് പെയ്യുന്നത് കൊണ്ട് തന്നെ ജനലിൻ്റെ ഗ്ലാസ്സൊക്കെ നന്നായിട്ട് മങ്ങൽ പോലെ, അതായത് വെള്ളത്തുള്ളികളൊക്കെ വീണിട്ട് മങ്ങിയ മാതിരിയുണ്ട്. അതുകൊണ്ട് തന്നെ അത് ചേച്ചി നേരത്തെ തന്നെ തുടങ്ങുകയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ സമയം കളയേണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ മാറാലയൊക്കെ വണ്ണാമ്പലയൊക്കെ അങ്ങ് തട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ സോഫ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം, എല്ലാവരും പറയാറുണ്ട് നല്ല ഭംഗിയുണ്ട് കാണുന്നത്. ഇതിങ്ങനെ 4 പീസാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല സുഖമാണ്. അത് ഒന്നാമത് എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടം പോലെ ഇരിക്കാനും കിടക്കാനും ഒക്കെ പറ്റും. രണ്ടാമത് ഇതുപോലെ കഷ്ണമാക്കിയിട്ട് നീക്കിയിട്ട് നമുക്കതിൻ്റെ ബാക്ക് സൈഡൊക്കെ വൃത്തിയാക്കാൻ പറ്റും. നല്ല സുഖമായിട്ട് നമുക്ക് കിടക്കാനും ഇരിക്കാനൊക്കെ പറ്റുന്ന ഒരു സോഫ സെറ്റിയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ പുറകിലുള്ള ആ ഒരു ജനലൊക്കെ ചേച്ചിക്ക് മുട്ടാൻ വേണ്ടിയിട്ട് ഞാനതവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വണ്ണാമ്പലയൊക്കെ ഞാൻ തട്ടുന്നുണ്ട്. എൻ്റെ വീട് വെക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ ജിപ്സം വർക്കൊക്കെ ചെയ്യണം, ഉള്ളിൽ ലൈറ്റൊക്കെ പിടിപ്പിക്കണം, എല്ലാം ശരിയാണ്, നല്ല ഭംഗിയൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ ജിപ്സത്തിൻ്റെ ഇടയിലൊക്കെ സീലിങ്ങിൻ്റെ ഇടയിലൊക്കെ എന്തോരം വണ്ണാനാ കൂട് കെട്ടുന്നതെന്നറിയാമോ? ഇതിപ്പം ഉള്ളവർക്കറിയാം. അതിൻ്റെ ഇടയിലൊക്കെ വരും, അതൊക്കെ ബുദ്ധിമുട്ടാണ് ഇങ്ങനെ പൊടിയൊക്കെ മുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എന്ന് വെച്ചാൽ ആ ഒരു ജിപ്സമൊക്കെ ഭയങ്കര അധികം ഒരു ഹാർഡൊന്നുമല്ലല്ലോ, തെർമോക്കോൾ പോലെ അത്രയും തിന്നല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്ക് കുത്തിയിട്ട് അതിൻ്റെ ഉള്ളിലൊന്നും അങ്ങ് വൃത്തിയാക്കാനും പറ്റില്ല. നല്ല സോഫ്റ്റായിട്ട് ടച്ചിങ്ങിലൂടെ മാത്രമേ നമുക്ക് ആ ഒരു വണ്ണാമ്പലയൊക്കെ മാറാലയൊക്കെ തട്ടിയെടുക്കാൻ പറ്റും. വണ്ണാമ്പല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വടകര ഭാഷയാണ്. മാറാല തട്ടിയെടുക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഞങ്ങൾ 2 പേരും കൂടെ അങ്ങ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബെഡ്റൂമിൻ്റെ പുറകിലുള്ള ജനലിൻ്റെ ഗ്ലാസ്സൊക്കെ വൃത്തിയാക്കാനുണ്ട്. കാരണം ഇവിടെയെല്ലാം എപ്പോഴും ചെയ്യുന്നതാണെങ്കിലും ചേച്ചി വന്ന് ചെയ്യുമ്പോൾ മനസ്സിന് ഭയങ്കര സുഖമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് മാത്രമല്ലേ ചെയ്യാം, നല്ല നീറ്റുമാണ് കേട്ടോ. എൻ്റെ അമ്മയുടെ പ്രിയപ്പെട്ട ചേച്ചിയാണ്. ഇന്ന് ഞാൻ ഒരു ദിവസം ചേച്ചി ഇങ്ങോട്ട് അടിച്ചു മാറ്റിയതാണ്.
ശരിക്കും പറഞ്ഞാലേ നമ്മൾ ഇതുപോലെയുള്ള അതായത് 2 മാസം കൂടെയുള്ള ഇങ്ങനെയുള്ളൊരു ഡീപ്പ് ക്ലീനിങ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും പൊടികളൊക്കെ എല്ലാ ദിവസവും ആഴ്ചയിലൊക്കെ പൊടിയൊക്കെ മുട്ടുന്നത്. എന്നാലും ഇങ്ങനെ ഒരു ക്ലീനിങ് വരുമ്പോൾ എവിടെ നിന്നൊക്കെയാണ് പൊടി വരുന്നതെന്ന് മനസ്സിലാവില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനിപ്പം മാസ്ക് എടുത്തിട്ട് ഞങ്ങൾ 2 പേരും കൂടെ ഇടുക. കാരണം ആദ്യം മാസ്ക് ഒന്നും ഇല്ലാതെ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ വെറുതെ പൊടി തട്ടിയിട്ട് പണി കിട്ടണ്ട വിചാരിച്ചിട്ട് ഞങ്ങൾ 2 പേരും മാസ്കൊക്കെ ഇട്ട് എന്നിട്ടാണ് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ പൂജാമുറിയെല്ലാം ഒന്ന് വൃത്തിയാക്കാനുണ്ട്. അതിൻ്റെ ഇടയിൽ ടേബിളെല്ലാം ഒന്ന് അങ്ങ് തുടച്ചെടുക്കുകയാണ്. പിന്നെ പൂജാമുറി എന്ന് പറയുമ്പോൾ നമുക്കിപ്പം ഓരോരുത്തർക്കും ഓരോരോ പ്രാർത്ഥനാ രീതികളൊക്കെ ആയിരിക്കും. അതിപ്പോൾ നമ്മൾ അള്ളാഹുവിനെ ആയാലും ഈശോനെ ആണെങ്കിലും കൃഷ്ണനെ ആണെങ്കിലും ഭഗവാനാണെങ്കിലും ആരെ വിളിക്കുവാണെങ്കിലും ഓരോരുത്തരുടെ രീതികൾ, അതായത് പ്രാർത്ഥനാ റൂമുകൾ നമുക്ക് വൃത്തിയാക്കിയേ പറ്റൂ. അപ്പം അത് മിക്കവാറും എൻ്റെ വീട്ടിൽ ഞാൻ തന്നെയാണ് ചെയ്യാറുള്ളത് കേട്ടോ. കാരണം ഇത് എനിക്ക് തന്നെ ചെയ്താൽ ഈ ഒരു തൃപ്തി ഉണ്ടാവും. ഓട്ടുപാത്രങ്ങളൊക്കെ നമുക്ക് വിളക്ക് പോലെയുള്ള കിണ്ടി വിളക്ക് അതൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ നമുക്ക് അത് പൂജാ സ്റ്റോറിൽ നിന്നൊക്കെ ഒരു പൊടി കിട്ടും. പക്ഷേ അതിനേക്കാളും നല്ലത് നമ്മുടെ സബീനയില്ലേ, സബീനയും പുളിയും അതും കൂടെ ചേർത്തിട്ട് ഒരുമിച്ചിട്ട് നമ്മുടെ മിൽമ പാക്കറ്റില്ലേ, പാലിൻ്റെ പാക്കറ്റ്, അത് വെച്ചിട്ട് ഒന്നും ഉരച്ച് കഴുകി നോക്ക്. പെട്ടെന്ന് ആ ഒരു ക്ലാവ് പിടിച്ചതൊക്കെ പോയി കിട്ടും കേട്ടോ. ആദ്യം ഒരു സോപ്പ് ഇട്ടിട്ട് എണ്ണയൊക്കെ ഒന്നങ്ങ് പോക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. സബീനയും നമ്മുടെ പിഴിയുന്ന പുളിയില്ലേ അത് രണ്ടും ചേർത്തിട്ട് പാലിൻ്റെ പാക്കറ്റ് കൊണ്ട് ഉരച്ച് കഴുകിയാൽ പെട്ടെന്ന് തന്നെ വൃത്തിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പം ഈ ഒരു നമ്മുടെ വിളക്കൊക്കെ എടുത്തിട്ട് അതൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെ കഴുകിയിട്ട് ഉണക്കാൻ വേണ്ടി വെച്ചതിന് ശേഷം നമ്മുടെ ഈ ഒരു ഫോട്ടോ ഒക്കെ ഒന്നങ്ങ് തുടച്ച് എടുക്കുവാണ്. അവിടെയുണ്ട് ഒരു കുഞ്ഞു ജനൽ. ആ ജനലിൻ്റെ ഇടയിലും നല്ല പൊടിയായിരുന്നു. കാരണം ഇത് എൻ്റെ ക്ലീനിങ്ങിൽ അധികം അങ്ങ് പെടാത്തൊരു ഏരിയയാണ് ഈ ഒരു ജനലിൻ്റെ ഭാഗം. അതുകൊണ്ട് തന്നെ അത് ശരിക്കും അറിയാനുണ്ടായിരുന്നു. നന്നായിട്ട് തന്നെ തുടച്ചെടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കണ്ണെത്താത്ത ഇടങ്ങളിലൊക്കെ പൊടികൾ പിടിച്ചിരിക്കും. ഇനിയിപ്പം വീട്ടിൽ സ്ത്രീകൾ മാത്രമാണോ ഇത് ചെയ്യേണ്ടത്? അങ്ങനെയൊന്നും അല്ല കേട്ടോ. സ്ത്രീകളും പുരുഷന്മാരും എല്ലാവർക്കും ഒരേപോലെ ഇതിൽ നമ്മുടെ വീട് വൃത്തിയാക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഒരുപോലെ ഇറങ്ങാവുന്നതാണ്. പിന്നെ നമുക്ക് ആരെയും നിർബന്ധിച്ചിട്ടും ചെയ്യാൻ പറ്റില്ല. ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. ഇപ്പം എൻ്റെ ഒരു രീതിയിൽ ഞാൻ മുന്നേ എപ്പോഴും പറയാറുണ്ട്, എനിക്ക് ക്ലീനിങ് എന്ന് പറയുന്നത് കുക്കിങ്ങിനേക്കാൾ ഇഷ്ടമുള്ളതാണ്. ഞാനത് ആസ്വദിച്ച് ചെയ്യുന്നതുമാണ്. അല്ലാതെ എനിക്കിപ്പം ആരും, അതായത് എൻ്റെ ഹസ്ബൻഡോ അല്ല മോളോ എന്നെ ഹെൽപ്പ് ചെയ്യുന്നില്ല, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. കാരണം ഞാൻ ഇഷ്ടത്തോടെ ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്കൊരു ബുദ്ധിമുട്ടും അല്ല. പിന്നെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളെയും കൂടെ കാണിക്കുന്നത് മാത്രം. അപ്പോൾ ഇതുപോലെ തന്നെ ആയിരിക്കില്ലേ. മുന്നേ ഞാനിത് പറഞ്ഞപ്പോൾ ആരോ എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്കും ചേച്ചി ക്ലീനിങ് തന്നെയാണ് ഇഷ്ടമെന്ന് കുക്കിങ്ങിനേക്കാളും. പിന്നെ ഇത് കണ്ടോ, ഇത് നമ്മുടെ ഹൗസ് വാമിന് ഹസ്ബൻഡിൻ്റെ കുറച്ച് ഫ്രണ്ട്സുമാർ തന്ന ഒരു ഗിഫ്റ്റാണ്. ഈ ഒരു വിളക്ക് നല്ല ഹൈറ്റൊക്കെ ഉണ്ട്. പക്ഷേ ഇത് കുറേ നാളായി ഒന്ന് വൃത്തിയാക്കണം എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ എനിക്ക് അപ്പോൾ അത് പറ്റിയിട്ടില്ല. ഇപ്പോൾ ഇന്നിപ്പോൾ ചേച്ചി വന്നതുകൊണ്ട് തന്നെ നല്ല ഞങ്ങൾ 2 പേരും കൂടെ അതൊക്കെ അഴിച്ചെടുത്തിട്ട് ഇത് ചേച്ചി തന്നെയാണ് വൃത്തിയാക്കി തന്നത് കേട്ടോ. ഞാൻ പൂജാമുറിയിലെ വിളക്കൊക്കെ കഴുകിയിട്ട് അവിടെ ചേച്ചിക്ക് കഴുകാൻ വേണ്ടിയിട്ട് ഇതൊക്കെ അങ്ങ് മാറ്റി വെച്ചു. ചേച്ചി നന്നായിട്ട് കഴുകി തേച്ച് മിനിക്ക് വെട്ടി തിളങ്ങുന്ന പോലെ ആക്കിയിട്ടുണ്ട്. അത് ഞാൻ ലാസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ ഇടയിൽ ഈ ഷെൽഫും കാര്യങ്ങളൊക്കെ നിങ്ങൾ എപ്പോഴും കാണുന്നതാണ്, ക്ലീനിങ് സെഷനിൽ എപ്പോഴും വരുന്നതുമാണ്. ഇതെല്ലാം മൾട്ടിവുഡാണ്. ഇതൊന്നും നനച്ച് തുടക്കാനൊന്നും പറ്റില്ലല്ലോ. കാരണം നനച്ച് തുടച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് അങ്ങ് പോകും. ഒന്നാമത് വയൽ ഏരിയയാണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഡ്രൈ ആയിട്ട് അങ്ങ് തുടക്കുകയാണ്. പിന്നെ ഇവിടെയൊന്നും അങ്ങനെ പൊടിയില്ല. കാരണം എപ്പോഴും ക്ലീനിങ്ങിൽ ഈ ഒരു സെഷനിൽ ഞാൻ ചെയ്യുന്നത് കൊണ്ട് ഇവിടെ ഒന്നും അത്ര എനിക്ക് പൊടി കിട്ടിയിട്ടില്ല കേട്ടോ. പിന്നെ എൻ്റെ ക്ലീനിങ് സെഷൻ കാണുമ്പോൾ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട് ചേച്ചി ഭയങ്കര മോട്ടിവേഷനാണെന്ന്. അത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങളെല്ലാവരും എനിക്ക് കെട്ടിപ്പിടിക്കാനാണ് തോന്നുന്നത്. കാരണം ഇഷ്ടത്തോടെ ചേച്ചി എന്നുള്ള ആ ഒരു വിളി കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. പിന്നെ മടി പിടിച്ചിരിക്കുമ്പോഴായിരിക്കും ചേച്ചിയുടെ വീഡിയോ കാണുന്നത്. അപ്പോൾ തന്നെ ക്ലീൻ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ചെറിയൊരു മോട്ടിവേഷനായിട്ട് ചേച്ചി നിങ്ങൾക്കെല്ലാം മാറുന്നുണ്ടെന്ന് കേൾക്കുമ്പോൾ ആർക്കാ സന്തോഷം വരാത്തത്? പിന്നെ നമ്മുടെ മുന്നേ ഒരു ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ സമയത്ത് ഞാൻ അടുക്കളയുടെ ക്ലീനിങ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതീ പറഞ്ഞ മാതിരി ഇതുപോലെ ഒരു ദിവസത്തേക്ക് മാറ്റി വെച്ചതാണ്. അപ്പോൾ ഈ ഒരു ഷെൽഫും കാര്യങ്ങളൊക്കെ ഒന്നങ്ങ് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ഇവിടെ എൻ്റെ പ്രശ്നം എന്താണെന്നറിയോ, പല്ലി അധികം നമ്മുടെ അടുക്കളയിലൊന്നും ഇല്ല. പക്ഷേ പകരം പാറ്റ, നമ്മുടെ കൂറയില്ലേ, അതാ ഉള്ളത്. അപ്പോൾ അതിൻ്റെ കുഞ്ഞു കുഞ്ഞു പൊടികൾ, അതിൻ്റെ മുട്ടയല്ല വേറൊരു പൊടി അതിന് ഉണ്ട്. അതിൻ്റെ കാട്ടാണെന്ന് തോന്നുന്നു. അതൊക്കെ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. എല്ലാം വൃത്തിയാക്കണം. അതിൻ്റെ ഇടയിൽ കണ്ടോ നമ്മുടെ ജനലിൻ്റെ ഗ്ലാസ് ചേച്ചി നന്നായിട്ട് തുടച്ച്, അത് നേരത്തെ പൊടിയൊക്കെ മുട്ടിയെടുത്തല്ലോ. അപ്പോൾ മൂപ്പരിപ്പോൾ അതിന് ശേഷം നനച്ച് തുടക്കുകയാണ്.
പിന്നെ നമ്മുടെ ന്യൂസ് പേപ്പർ കൊണ്ട് ഗ്ലാസ് തുടച്ചാൽ നന്നായിട്ട് വൃത്തിയാവുന്ന എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ചേച്ചി തുണി കൊണ്ട് തുടക്കുന്നുണ്ട്. അതിനുശേഷം ന്യൂസ് പേപ്പർ വെള്ളത്തിൽ മുക്കിയിട്ടും ഒക്കെ വൃത്തിയാക്കിയിട്ട് എന്താ വെട്ടിത്തിളങ്ങുക ഇല്ലേ, പളവളാന്ന് തിളങ്ങുന്ന രീതിയിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ മഴയ്ക്ക് നല്ലൊരു ശമനം ഉള്ളത് കൊണ്ട് തന്നെ ഏറ്റവും നല്ല സമയമായിരുന്നു ഇത്. അല്ലെങ്കിൽ മഴക്കാലത്ത് പിന്നെയും നമ്മൾ പൊടിയൊക്കെ ജെല്ലൊക്കെ തുടച്ചാൽ വീണ്ടും ആ ഒരു ഈർപ്പം തട്ടിയിട്ട് ആ ഗ്ലാസ്സൊക്കെ ഒരു മങ്ങൽ വരും. ഇതിപ്പോൾ നല്ല സമയം തന്നെ ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മുടെ ആ ഒരു ഫാനില്ലേ, ഫാൻ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റിക്ക്, ഈ ഒരു സ്റ്റിക്ക് വാങ്ങിയിട്ട് നിങ്ങൾക്ക് കാണിച്ചും തന്നിട്ടുണ്ട്. ഇതുകൊണ്ട് ആദ്യം ക്ലീൻ ചെയ്തേ. പക്ഷേ ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫാന് ക്ലീൻ ചെയ്യാൻ വേറൊരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്കത് അത്ര സക്സസ് ആയിട്ടില്ലെന്ന്. നമ്മുടെ തലേണയുടെ കവറില്ലേ, അതുകൊണ്ട് ഇങ്ങനെ വടിച്ചെടുത്തിട്ട് നിലത്ത് ഇങ്ങനെ ആകാത്ത രീതിയിൽ വടിച്ചെടുക്കുന്നൊരു രീതി. പക്ഷേ ഞാൻ അതിൽ എനിക്ക് സക്സസ് ആയിരുന്നില്ല. പക്ഷേ അതിന് ശേഷം ഞാനത് നനച്ചിട്ട്, അതായത് നമ്മുടെ തലാണയുടെ കവറില്ലേ, നല്ല കോട്ടൺ തലാണയാണ്, കുറച്ച് പഴയതാണ്. അപ്പോൾ ഞാനിത് ഒഴിവാക്കിയതാണ്. അപ്പം എന്താണ്, ഇത് നന്നായിട്ട് കഴുകിയിട്ട് പിഴിഞ്ഞെടുത്തു. അപ്പം നല്ല നനവുണ്ട്. എന്നിട്ട് ആ ഒരു വീഡിയോയിൽ കണ്ടതുപോലെ അങ്ങ് ചെയ്ത് നോക്കിയപ്പോഴേ ഭയങ്കര സക്സസ് ആയിട്ട് കേട്ടോ. പക്ഷേ അതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലത്തെ നല്ല ഒന്നുകിൽ സ്റ്റൂളോ അല്ലെങ്കിൽ ലേഡറോ വേണം. വീഴല്ലേ, കാരണം ഞാൻ പറയുന്നത് പോലെ ചെയ്തിട്ട് എല്ലാം കൂടെ വീണിട്ട് എന്നെ പറയല്ലേ. പക്ഷേ ഇതിപ്പം നല്ല കണ്ടോ, ഇതുപോലെ അങ്ങ് എന്താണ് ചുരുട്ടി ചുരുട്ടി അങ്ങ് ഉള്ളിലേക്ക് ഇടുക. അതിന് ശേഷം നമുക്ക് കൈ എത്തണം കേട്ടോ. വീട്ടിലിപ്പം വലിയ ഹൈറ്റൊക്കെ ഉള്ള ആളാണെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. എനിക്ക് ഇത്തിരി ഹൈറ്റ് കുറവാണ്. ഇത് കണ്ടോ, എന്നിട്ട് ഇങ്ങനെ വടിച്ചിങ്ങെടുത്താൽ മതി. അപ്പം പുറകിലത്തെ വശവും താഴത്തെ വശവും ഒക്കെ അങ്ങ് നമുക്ക് നല്ല വൃത്തിയിലങ്ങായി കിട്ടും കേട്ടോ. പിന്നെ അതുപോലെ നമ്മുടെ ചുമര് നിങ്ങൾ കണ്ടോ, മുകൾ വശത്ത് കുറച്ച് ഭാഗങ്ങളിലൊക്കെ ഉണ്ട് വെള്ളം കുടിക്കുന്നത് പോലെ. ഇത് കാണുമ്പോൾ ഭയങ്കര സങ്കടം കേട്ടോ. കാരണം ആദ്യത്തെ വീട്ടിൽ അങ്ങനെയൊക്കെ ഞങ്ങൾ ഒറ്റ നില വീടായിരുന്നേ. അപ്പോൾ ഈ ഒരു അവസ്ഥയിലുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഒന്ന് പുതുക്കി പണിയാന്നൊക്കെ വിചാരിച്ചിട്ട് ഇറങ്ങിയത്. പുതിയ വീടാക്കി മാറ്റിയപ്പോഴും കണ്ടോ ഇതിനൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു എൻ്റെ വീടൊക്കെ 10-30 വർഷം പഴക്കമുണ്ട്, എന്നിട്ടും ഇത്ര പെട്ടെന്നൊന്നും ഇങ്ങനെയൊന്നും അവസ്ഥയൊന്നും വന്നിട്ടില്ല. ഇതിപ്പോൾ 2 കൊല്ലം കഴിഞ്ഞിട്ടും ഇങ്ങനെ വരുവാണെങ്കിൽ എന്താണ് പൂഴിയുടെയും സിമെൻറ്റിൻ്റെയും പ്രശ്നമാണോ അല്ലെങ്കിൽ നമ്മുടെ പണിക്കാരുടെ പ്രശ്നമാണോ ഒന്നും അറിയില്ല. പക്ഷേ പണ്ടത്തെ ആ ഒരു ക്വാളിറ്റി ഒന്നും ഇപ്പം ഒന്നിനും ഇല്ലാത്തതുപോലെ നമ്മുടെ വീട് പണിയിലും ഇല്ലെന്ന് തന്നെയാണ് തോന്നുന്നത്. ഇനിയിപ്പോൾ എന്താവോ അറിയില്ല. പിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല, 5-6 മാസമായില്ലേ തുടർച്ചയായിട്ടുള്ള മഴ പെയ്യുന്നു. അപ്പോൾ വീടൊക്കെ വെള്ളം കുടിച്ച് ഇങ്ങനെ ആവുന്നതായിരിക്കും. ഇനിയിപ്പോൾ ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ മൊത്തത്തിലൊരു ഷീറ്റ് ഏറ്റവും ടോപ്പിലായിട്ട് ഇടലാണ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് അത് തന്നെ ചെയ്യേണ്ടി വരും. പക്ഷേ ഇപ്പം നമ്മുടെ കയ്യിൽ അതിനുള്ള ബഡ്ജറ്റൊന്നും ഇല്ല. മഴ പെയ്ത് നിങ്ങളുടെ വീട്ടിനൊക്കെ ചുമരിൽ ഈ ഒരു പ്രശ്നമുണ്ടോ? ഒരുവിധം ആൾക്കാർക്കൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഞാനിത് പറയുമ്പോൾ എല്ലാവരും പറയും ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇതിങ്ങനെ ഉണ്ടെന്ന്. അറിയില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ ചേച്ചി അവിടെ ഇരുന്നിട്ട് ജനലൊക്കെ തുടക്കുന്ന കഷ്ടപ്പെടുന്ന കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഞാൻ ചെയ്യാമെന്ന്. അങ്ങനെ സ്റ്റൂൾ ഇട്ടിട്ട് ചേച്ചീനൊക്കെ അവിടെ കയറ്റാൻ എനിക്കൊരു ഭയങ്കര പ്രശ്നം. കാരണം അതെങ്ങാനും തെന്നി വീണിട്ടുണ്ടെങ്കിലോ. അപ്പം നമ്മളെക്കാളും ഏജ് ആയിട്ടുള്ള ആളല്ലേ, അപ്പം അത് റിസ്കിൽ നിൽക്കേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ അങ്ങ് അവിടെ നിന്നിട്ട് ചുമരൊക്കെ അങ്ങ് ചുമരില്ല നമ്മുടെ ജനലിൻ്റെ അഴി അങ്ങ് പിടിച്ചിട്ട് അങ്ങ് വൃത്തിയാക്കിയ. അപ്പോൾ അതിൻ്റെ ഇടയിൽ മൂപ്പർ വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് നീ അവിടെ കയറല്ല വീഴും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് അറിയാലോ ഈ ഒരു പണി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്തെടുക്കണം. അങ്ങനെ ആയിപ്പോയി. പിന്നെ അതിൻ്റെ ഇടയിൽ 1-1:30 മണിയൊക്കെ ആയി. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ബാക്കി ചെയ്യാമെന്ന് വിചാരിച്ചു. രാവിലെ എല്ലാം ആക്കി വെച്ചതുകൊണ്ട് അതിൻ്റെ ഇടയിൽ ഭക്ഷണം ഉണ്ടാക്കാനൊന്നും പോകേണ്ടി വന്നിട്ടില്ല. ഒന്നുമില്ല, സിമ്പിളായിട്ടുള്ള ഒരു ലഞ്ച് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ചോറും മീൻകറിയും പിന്നെ മീൻ ഇത്തിരി മുളകിട്ട് വെച്ചിട്ടുണ്ട്, അത് രാത്രിത്തേക്ക് ഞങ്ങൾ ഉച്ചയ്ക്ക് എടുത്തില്ല. പിന്നെ എന്താണ് പപ്പടം കാച്ചി മീൻ വറുത്തു ഉപ്പേരിയും വെച്ചു. ഇത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ എടുത്ത് കഴിച്ചു. നല്ല അയില മീനാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ തേങ്ങ അരച്ച് കറിയും വെച്ചു, പിന്നെ കുറച്ച് പൊരിക്കുകയും ചെയ്തു. ഉപ്പേരി നമ്മുടെ ബീട്രൂട്ടില്ലേ, ബീട്രൂട്ടും ക്യാരറ്റും കൂടെ ഒരുമിച്ച് ഉപ്പേരി വെച്ചതാണ്. അയലക്കറിയും ബീട്രൂട്ടിൻ്റെ ഉപ്പേരിയും നല്ല കോമ്പിനേഷൻ അല്ലേ. അപ്പം മോളും കൂടെ കഴിച്ചിട്ടില്ലായിരുന്നില്ലേ ഫുഡ്, അപ്പോൾ അവൾക്കും കൂടെ എടുത്തു. പക്ഷേ അവൾക്കും വീഡിയോയിൽ വരാനൊന്നും ഇഷ്ടമില്ല, ഹസ്ബൻഡിനും ഇഷ്ടമില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ അവരെയൊന്നും ഉൾപ്പെടുത്താത്തത്. പിന്നെ എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം എന്നിലൂടെയാണ് നിങ്ങൾ എൻ്റെ വീടിനെ കാണുന്നത്. അപ്പം വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഉൾപ്പെടുത്താനും പറ്റില്ലല്ലോ. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ, അതായത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന കുറച്ച് കണ്ടൻറ്റ് മാത്രമേ ഞാൻ എടുത്തിട്ട് എൻ്റെ വീഡിയോസിൽ ഇടുന്നുള്ളൂ. അല്ലാണ്ട് ഇത് ഒരു ഫാമിലി വ്ളോഗ് അല്ല. പലരും ചോദിക്കാറുണ്ട് ഹസ്ബൻഡിന് മോളെ എന്തേ കാണിക്കാത്തതെന്ന്. അവർക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ്. നമ്മുടെ ക്യാമറയുടെ മുന്നിലേക്ക് വരാൻ 2 പേർക്കും താല്പര്യമില്ല. പിന്നെ ഞാനും ഇത്തിരി ഒരു സഭാകമ്പമൊക്കെയുള്ള കൂട്ടത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഫേസും
കുറച്ചൊക്കെ ഞാൻ വരാറുണ്ട്, എന്നാലും നമ്മൾ മുഖാമുഖം ഒരു കാണുന്ന രീതിയിലേക്ക് ഇതുവരെ ഞാൻ ഓക്കെ ആയിട്ടില്ല. ചിലപ്പോൾ ആവുമായിരിക്കും, അപ്പോഴത്തേക്ക് വരാം കേട്ടോ. കുറേ പേര് അതും ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അങ്ങനെ കഥയും പറഞ്ഞ് ചോറൊക്കെ കഴിച്ച് പിന്നെ ഇത്ര ഞങ്ങളൊരു 10 മിനിറ്റ് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ചേച്ചി അതിൻ്റെ ഇടയിൽ മുകളിലത്തെ വണ്ണാമ്പലയൊക്കെ തട്ടുന്നുണ്ട്. ആ സമയത്ത് ഞാൻ ഈ ഒരു ബാൽക്കണിയിലെ അതിൻ്റെ ഗ്ലാസ്സൊക്കെ കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ അങ്ങ് തേച്ച് കഴുകുകയാണ്. ബോക്സ് ടൈപ്പുള്ള മോഡൽ വീടില്ലേ, ഇനി ആരെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ട്രെൻഡൊക്കെ ഒന്നങ്ങ് കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ ഒരു ടൈപ്പ് എടുക്കാത്തത് തന്നെയാണ് നല്ലത്. കാരണം മഴ പെയ്യുമ്പോൾ ആ വെള്ളമൊക്കെ ഇതുപോലെയുള്ള മുകളിലത്തെ വരാന്തയിലേക്കാണ് തെറിക്കുക. ബോക്സ് ടൈപ്പുള്ള വീടാണെങ്കിൽ പിന്നെയുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ സൺസൈഡ് ഇല്ലാത്തത് കൊണ്ടാണല്ലോ, അപ്പോൾ അതിന് പകരമായിട്ട് അവിടെ ഗ്ലാസ് ഫിറ്റ് ചെയ്യുന്നതായിരിക്കും. ഗ്ലാസിൻ്റെ ഒരു സൺസൈഡ് എക്സ്ട്രാ ഫിറ്റ് ചെയ്യുന്ന രീതിയിൽ അങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഞങ്ങൾ ചെയ്യാത്തത് കൊണ്ട് തന്നെ വെള്ളമൊക്കെ അവിടേക്ക് തെറിക്കും. അപ്പോൾ ഞാനൊക്കെ തേച്ച് കഴുകി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നേരത്തെ ഞാനിവിടെ ഗ്ലാസ്സൊക്കെ എടുത്ത് മാറ്റി വെച്ചിരുന്നില്ലേ, അപ്പം അതൊക്കെ ബാക്കി പണി അത് ഇവിടെ ഇട്ട് വെച്ചിട്ടാണ് അടുത്ത പണിക്ക് പോയത്. അതിനിടയിൽ ഇത് ബാക്കി ഉണ്ടായിരുന്നു. എല്ലാം ഇങ്ങനെ കലപിലാ എടുക്കുകയാണല്ലോ, അപ്പം ഇത് വന്നിട്ട് വീണ്ടും അതിൻ്റെ ബാക്കി പണികൾ ചെയ്യുക. അപ്പോൾ ആ കൂറയുടെ പൊടിയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ, അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കൂറച്ചോക്കില്ലേ, അത് വേണമെങ്കിൽ നമുക്കത് ഉരയ്ക്കാം, പക്ഷെ ഞാനിപ്പോൾ അത് ചെയ്തിട്ടില്ല. അതിനുള്ള ചേച്ചി താഴെ അടിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പം കുറച്ചൊക്കൊന്നും ഉരയ്ക്കുന്നില്ല, കാരണം അത് ഉരച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ദിവസം നമ്മൾ ഇങ്ങനെ വെറുതെ വിടണം. അതായത് പാത്രങ്ങളൊന്നും ഉടനെ തന്നെ നമുക്കത് വെക്കാൻ പറ്റില്ലല്ലോ. അപ്പം കൂറയൊക്കെ ചത്ത് കിടക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ എടുത്ത് മാറ്റണം. പിന്നെയും വീണ്ടും അതൊക്കെ നന്നായിട്ട് നനച്ച് തുടക്കണം. ആ ചോക്കിൻ്റെ പൊടിയൊക്കെ മാറ്റണ്ടേ. അപ്പോൾ അതിനൊന്നും നിന്നില്ല, ചോക്കൊന്നും അരച്ചില്ല. ഇങ്ങനെ അങ്ങ് നനഞ്ഞ തുണി കൊണ്ട് ആ ഒരു കൂറ കൊണ്ട് ഉണ്ടായിട്ടുള്ള പൊടികളില്ലേ, ആ പൊടികളെല്ലാം ഒന്നങ്ങ് തുടച്ചെടുത്തു. നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ള തുണി കൊണ്ടും പിന്നീട് അങ്ങ് തുടച്ച് മാറ്റിയതിന് ശേഷം ആ ഗ്ലാസ്സൊക്കെ എടുത്ത് വെക്കുന്നത്. ഇതെല്ലാം ഇതിൻ്റെ ഉള്ളിലൊക്കെ മൾട്ടിവുഡ് തന്നെയാണ് കേട്ടോ. പിന്നെ വേണമെങ്കിൽ ഇവിടെ ഷീറ്റൊക്കെ അങ്ങ് വിരിക്കാം, പക്ഷേ ഞാൻ അങ്ങനെ ഷീറ്റോ പേപ്പറോ ഒന്നും വിരിക്കാറില്ല. ഇതെല്ലാം അങ്ങനെ പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വെക്കാറുള്ളത്. അപ്പോൾ ഡ്രൈ ആയതിനു ശേഷം എടുത്തു വെച്ച പാത്രങ്ങളൊക്കെ അതങ്ങ് മേലേക്ക് വെക്കുക. ഞാൻ അത്ര പെർഫെക്റ്റായിട്ട് ക്ലീൻ ചെയ്യുന്ന ആളല്ല, അല്ലെങ്കിൽ എൻ്റെ വീടിങ്ങനെ ഒരു പൊടിയും ഇല്ലാത്തതല്ല എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ. കാരണം എത്ര ക്ലീനിങ് സെഷൻ നിങ്ങൾ കണ്ടതാണ്. എന്നിട്ടും ആ ഒരു കബേർഡിൽ കൂറ 2-3 ആഴ്ച നമ്മൾ അവിടെ ശ്രദ്ധിക്കാണ്ട് നിൽക്കുമ്പോൾ കൂറ വരുത്തി വെച്ച പണി കണ്ടോ. അതുപോലെ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോയിട്ട് കബേർഡൊക്കെ ഷെൽഫൊക്കെ അങ്ങ് വൃത്തിയാക്കിക്കോ കേട്ടോ. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഒരു ക്ലീനിങ് ഡേ ആണെങ്കിൽ അന്നത്തെ ഫുഡ് ഉണ്ടാക്കലൊക്കെ നേരത്തെ അങ്ങ് കഴിച്ചിട്ട് ഇറങ്ങിക്കോ. ഇനിയിപ്പോൾ ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ഹെൽപ്പിന് വിളിക്കുക, അല്ലെങ്കിൽ കുറച്ചായിട്ട് ചെയ്യുക. എന്താണെങ്കിലും നമ്മൾ ഈ അടുക്കള ഭാഗം ഈ ഒരു വൃത്തി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തേ പറ്റൂ. അപ്പോൾ ഇതുപോലെ ചിലപ്പം കൂറകളില്ലാതിരിക്കട്ടെ. അതിൻ്റെ ഇടയിൽ ചേച്ചിയുടെ തുട ഇങ്ങനെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. താഴെയൊക്കെ തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പാവം. അതിൻ്റെ ഇടയിൽ ഞാനിപ്പം വന്ന് നോക്കുമ്പോൾ വരാന്ത തുടക്കുന്ന സൈഡാണ്. അപ്പം അതും കൂടെ അങ്ങ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പിന്നെ ആ ഒരു നെറ്റില്ലേ, ഒരുപാട് നായ്ക്കളുടെ ശല്യമുണ്ട് ഇവിടെ ഇപ്പോൾ. അതുകൊണ്ട് തന്നെ പകലൊക്കെ നായ്ക്കൾ കയറും. ഞങ്ങളിപ്പോൾ ഇങ്ങനെ ഒരു നെറ്റിട്ട് വെച്ചിട്ടാണ് ഉള്ളത്. ഇതാകുമ്പോൾ വലിയ ബുദ്ധിമുട്ടില്ല. കാണാൻ കുറച്ച് ഭംഗി കുറവാണെങ്കിലും നായ്ക്കൾ കയറിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അതുകൊണ്ട് അത് നെറ്റ് ഇടുന്നതുകൊണ്ട് വലിയൊരു ആശ്വാസം കേട്ടോ. ഇപ്പോൾ ഇതാ വീടൊക്കെ അങ്ങ് വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എല്ലാ പണിയും കഴിഞ്ഞു. സോഫയൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചു. ഇനിയിപ്പം ഞങ്ങൾക്ക് ആ ഒരു കഴുകി വെച്ചിട്ടുള്ള വിളക്കില്ലേ, അത് അതിൻ്റെ ഇടയിൽ ഉണങ്ങിയിട്ടുണ്ട്. അതും കൂടെ അങ്ങ് എടുത്ത് മാറ്റണം. നല്ല പളപളാന്ന് വെട്ടിത്തിളങ്ങുന്ന വിളക്ക് കാണണ്ടേ, ഇതാ നല്ല വൃത്തിയായിട്ടില്ലേ ഇപ്പോൾ. ഇനിയിപ്പോൾ കുറച്ച് കാലത്തേക്ക് ഇതിങ്ങനെ ക്ലാവൊന്നും പിടിക്കില്ല. ഇങ്ങനെ വെറുതെ ഇങ്ങനെ പുറത്ത് വെക്കുമ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ കളർ ഡിമ്മാവുന്നത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിലും ഒന്ന് പറഞ്ഞു തരണേ. അതിൻ്റെ ഇടയിൽ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ, എങ്കിൽ നോട്ടിഫിക്കേഷൻ കിട്ടും കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ഗൗരീസ് ഹോം എന്നിങ്ങനെ സെർച്ച് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അതുപോലെ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അതും കൂടെ അറിയിക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പം ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യട്ടെ. നിങ്ങളാരും ഞാൻ ബോറടിപ്പിച്ചില്ലല്ലോ. അപ്പം അടുത്തൊരു പുതിയ വീഡിയോയിൽ കാണുന്നത് വരേക്കും ഇതുവരെ കണ്ട എല്ലാവർക്കും താങ്ക് യു.